ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റി, അതും യനപ്പോയെ കിർഗിസ്ഥാനിലേക്ക് പറിച്ചു നട്ടത് നമ്മൾ അറിഞ്ഞത്. യനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ MBBSന് ഇവിടെ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പോയ കഥകൾ നമ്മൾ കേട്ടു. പോകുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും വരുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രോമിസസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പാലിക്കപ്പെട്ടോ എന്ന് അറിയണ്ടേ? എൻ്റെ കൂടെയുള്ളത് ജസീനയാണ്. ജസീന ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസിൻ്റെ കൂടെ കിർഗിസ്ഥാനിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ഇവിടെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കും, കിർഗിസ്ഥാൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ. സോ എൻ്റെ അടുത്ത് പറയണോ, എങ്ങനെയായിരുന്നു ആ യാത്ര? അവിടെ ആദ്യം ഇറങ്ങിയപ്പോൾ എന്താ ഫീൽ ചെയ്തത്? യെസ് രേണു. സോ നമ്മളുടെ യനപ്പോയാസ് ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഒരു വലിയൊരു അംബീഷ്യസ് പ്രോഗ്രാമാണ്. ഒരുപാട് പ്രോമിസസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ബീൻ ഏബിൾ ടു കീപ്പ് അപ്പ് ടു എ ലോട്ട് ഓഫ് പ്രോമിസസ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആണ്. സോ ഒബ്വിയസ്ലി കുറച്ചൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. ബട്ട് അഗെയിൻ വി ആർ ട്രൈയിങ് എവറി ഡേ ടു ഇംപ്രൂവ് ദിസ് പ്രോഗ്രാം. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ കഥ കേട്ടപ്പം ഏറ്റവും ആദ്യം എന്നെ ആകർഷിച്ചൊരു കാര്യം, പലപ്പോഴും എല്ലാവരും ഈ പുറത്ത് പോയിട്ടുള്ള വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് ചിലതൊക്കെ പരാതി പറയാറുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം പോലെ അത്രയും അടിപൊളിയായിട്ട് കൊടുക്കാൻ അവർക്ക് പറ്റാറില്ല, സെൽഫ് ലേണിംഗ് ഒക്കെയാണ് അവർ ഒത്തിരിയും പറയാറുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ടീച്ചേഴ്സ് അവിടെ വരും, ഓക്കെ, ആ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ശരിയാണ്? കറക്റ്റാണത്. അതെ, 100% ട്രൂ ആണ്. ബിക്കോസ് നമ്മളുടെ ഫാക്കൽറ്റീസ് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ്, ഇന്ത്യൻ ഡോക്ടേഴ്സ് ആണ്, ഹു ആർ ക്വാളിഫൈഡ് ആൻഡ് ഹു ഹാവ് ബീൻ സ്ക്രീൻഡ് ബൈ യനപ്പോയ. രണ്ട്, മെസ്. ഞാൻ അവിടെ ചെന്നാൽ എൻ്റെ ഒരു വലിയ പ്രശ്നം ഭക്ഷണമാണ്. എനിക്ക് ഒത്തിരി സ്ഥലങ്ങളും പോകുമ്പം ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. കാരണം ഈ ഇഷ്ടമില്ലാത്ത ഫുഡ് എനിക്ക് ഭയങ്കര പ്രശ്നം. അതുപോലെ നാട്ടിൽ നിന്ന് മാറി ആദ്യത്തെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ക്രേവിങ്സ് ആണ്, വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫുഡ് കിർഗിസ്ഥാനിൽ എങ്ങനെയാണ്? സോ നമ്മൾ ലോക്കൽ ഫുഡൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു അവിടെ എത്തി ഒരു 2-3 ഡേയ്സ് ഒക്കെ. പക്ഷേ ഇറ്റ്സ് നോട്ട് വെരി അപ്പീലിംഗ് ടു നമ്മളുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള പാലറ്റിന്. ഇറ്റ്സ് ഓക്കെ ആണ്, പക്ഷേ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ് അവിടുത്തെ. പക്ഷെ നമുക്ക് താങ്ക്ഫുള്ളി ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ത്യൻ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്വന്തം മെസ്സ് ഉണ്ട്, ഞങ്ങളുടെ ഇന്ത്യൻ സ്റ്റാഫാണ്, ഇന്ത്യൻ കുക്സാണ് അവിടെ ഉള്ളത്. സോ ഇപ്പം റൈസ്, റൊട്ടി, ദാൽ, ചിക്കൻ ബിരിയാണി ഉണ്ട്, എഗ് കറി, ഉപ്മാവുണ്ട്, പിന്നെ ദോശ. സോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് അങ്ങനെ ആയിട്ടുള്ള അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിനൊക്കെ അഡാപ്റ്റബിൾ, നല്ല എനർജി ഈൽഡിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിക്സഡ് മെനു അല്ല നമുക്ക്. സോ കുട്ടികളുടെ റിവ്യൂ എടുത്തതിന് ശേഷം ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദേ വോണ്ട് അനദർ ഐറ്റം, ദേ വോണ്ട് ടു റീപ്ലേസ് സംതിങ്, സോ അതൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് വി കീപ് ചേഞ്ചിങ് ദ മെനു. ബട്ട് ഇന്ത്യൻ ഫുഡ് ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് അവൈലബിൾ ആണ്, അൺലിമിറ്റഡ് ഫുഡ്. അൺലിമിറ്റഡ് ഫുഡ്, വാവ്. അതുപോലെ ഈ ഹാങ് ഔട്ട് പ്ലേസസും ഫുഡ് ജോയിൻസും ഒക്കെ. ഇപ്പം ചിലരുണ്ട്, ഇപ്പം എനിക്കിങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നിയാലും ഐ ഹാവ് മൈ ഫ്രണ്ട്സ് ഭയങ്കര പരീക്ഷിക്കാൻ മാത്രം ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അവരിങ്ങനെ പുറത്തുകൂടി നടന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസും വേണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടുമോ? അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കാം, ഫുഡ് സ്ട്രീറ്റ്സ്, അങ്ങനെ നമ്മളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കഫറ്റീരിയാസ്, ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ക്യാമ്പസും ഹോസ്റ്റലെല്ലാം വരുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. ടർക്കിഷ് ഫുഡ് അവൈലബിൾ ആണ്, അറേബ്യൻ ഫുഡ്, അതല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ, പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇപ്പം ഫ്രൈഡ് ചിക്കൻ, അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ്, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പം ഹോസ്റ്റൽ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഒരു വലിയ കൺസേൺ ആണ് ഹോസ്റ്റൽ സേഫ്റ്റി. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കേട്ടത് ഗേൾസിന് വേറെ ഹോസ്റ്റൽ വേണമെങ്കിൽ ആ ഫെസിലിറ്റി ഉണ്ട്, അങ്ങനെ മാറി താമസിക്കാനായിട്ട് പറ്റും, അതിന് വാർഡൻസ് ഭയങ്കര സേഫാണ്, അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും ഹോസ്റ്റൽ എങ്ങനെയാണ്? ചില സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പിള്ളേർ പോയിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്ന കഥകളൊക്കെ. ഇപ്പം കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി അവിടെ യനപ്പോയയുടെ ഈ ഒരു ക്യാമ്പസിൽ എങ്ങനെയാണ് ഹോസ്റ്റലൊക്കെ? നമ്മളുടെ ഈ യനപ്പോയയുടെ MBBS സ്റ്റുഡൻസ് സ്റ്റേ ചെയ്യുന്നത് നമ്മളുടെ തന്നെ സെപ്പറേറ്റ് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. സെപ്പറേറ്റ് ബ്ലോക്സ് ആണ് ബോയ്സിനും ഗേൾസിനും. പിന്നെ ഞങ്ങൾ തന്നെ അവിടെ വാർഡൻ ഉണ്ട്, 24/7 CCTV സർവേലൻസ് ഉണ്ട് എല്ലാ ഫ്ലോറിലും, ഔട്ട്സൈഡ് ദ ഹോസ്റ്റൽ, മെസ്സിനകത്ത്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർഡൻ ഉണ്ട്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും മോണിറ്റേർഡ് ആണ് അവിടെ. നാട്ടിൽ നിന്ന് രക്ഷപ്പെടാം എന്നോർത്ത് പോകണ്ട, അപ്പോഴും അമ്മയും പുറകെ നടക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇനി ഞാൻ കേട്ടിട്ടുണ്ട് കാലാവസ്ഥ, അതായത് ഈ മൂന്നാറിലൊക്കെ പോയ പോലെ ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ് എന്ന് പറയുന്നത് ശരിയാണോ? ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് വിൻ്റർ ആയിരുന്നു. അപ്പോൾ ആ ബിഷ്കെക് മനാസ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ചിൽ വെതർ. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടുന്ന് ഹുഡീസൊക്കെ ഇട്ടിട്ടാണ് പോയത്, എങ്കിലും നല്ലൊരു കോൾഡ് വെതർ ആയിരുന്നു. ഒരു ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ പോയൊരു ഫീലായിരുന്നു. പിന്നെ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ലൈക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഒന്നും നമുക്കില്ല. പിന്നെ ലൈക്ക് നല്ല വെതറാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിൻ്റർ വെയറും കാര്യങ്ങളും എല്ലാം വാങ്ങി, ബൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ നല്ല എൻജോയബിൾ വെതറാണ്. നാഗവല്ലിയെ കുറിച്ച് പറയുന്ന പോലെ കിർഗിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താങ്കളുടെ മുഖത്തൊരു വല്ലാത്ത പുഞ്ചിരി വരുന്നുണ്ട്. തിരികെ ഞാൻ കിർഗിസ്ഥാനിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? ഡെഫിനറ്റ്ലി വിത്ത് ഫാമിലി പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ഇയർ. യെസ്. ഓഹോ. ബിക്കോസ് അത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മോസ്റ്റ് ഇന്ത്യൻസിനൊന്നും അധികം അറിയാത്തൊരു സ്ഥലമാണ്. ബട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകള്, ഒരു നമ്മളുടെ കാര്യത്തിലൊന്നും ഇന്റർഫിയർ ചെയ്യാത്ത, എന്നാൽ പൊളൈറ്റ് ആണ് അവര്. ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ, കൺട്രി സൈഡ് വിസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട പോലെ തന്നെയാണ് കാര്യങ്ങൾ. യെസ്. സേഫ് ആണ്, യെസ്, സെക്യൂർ ആണ്. 100%. ഓക്കെ ജസീന, താങ്ക് യു. ഓക്കെ.